ഇന്ത്യക്കെതിരെ പോരാടാൻ തക്കം പാർത്തിരിക്കുകയാണ് ചില മത നേതാക്കൾ. പാകിസ്ഥാനൊപ്പം ചേർന്ന് ഇന്ത്യയെ ഏതു വിധേനയും തകർക്കാൻ തന്നെയാണ് ചിലരുടെ തീരുമാനം. ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ പരസ്യമായി ഭീകരാക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശി മതനേതാവ് മൗലാന അബ്ദുൽ ഖുദ്ദൂസ് ഫാറൂഖി. കൊൽക്കത്തയിലേക്ക് ചാവേറുകളെ അയച്ച് ആക്രമണം നടത്തുമെന്ന ഫാറൂഖിയുടെ പ്രസ്താവനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ചാവേറുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ ആർക്കു വേണമെന്നും ഫാറൂഖി പറയുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ, US തുടങ്ങിയ വൻ ശക്തികൾക്കെതിരെ താലിബാൻ ചാവേറുകളെ വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഫാറൂഖി ഓർമ്മിപ്പിക്കുന്നു. താലിബാൻ ഭീകരർ അമേരിക്കയ്ക്കെതിരെയും സോവിയറ്റ് യൂണിയനെതിരെയും നടത്തിയ ആക്രമണങ്ങളുടെ രീതികളും ഫാറൂഖി വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ശരീരത്തിൽ ബോംബുകൾ കെട്ടി താലിബാൻ ചാവേർ അമേരിക്കൻ സൈനിക ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 300ഓളം സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇയാളുടെ അവകാശവാദം. എന്നാൽ ഇത്തരമൊരു ആക്രമണം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. 2009 നടന്ന ക്യാമ്പ് ചാപ്മാൻ ചാവേർ ആക്രമണത്തിൽ 8 CIA ഉദ്യോഗസ്ഥരും ചാവേറും അഫ്ഗാനിൽ കൊല്ലപ്പെട്ടിരുന്നു. കൊൽക്കത്ത പിടിച്ചടക്കാൻ എന്നോട് ബംഗ്ലാദേശ് സൈന്യം ആവശ്യപ്പെട്ടാൽ ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കും. 70 യുദ്ധവിമാനങ്ങൾ ആവശ്യമില്ല. എന്തിന് 7 യുദ്ധവിമാനങ്ങൾ പോലും വേണ്ട. സൈന്യം അനുമതി നൽകിയാൽ ഞാൻ കൊൽക്കത്തയിലേക്ക് ചാവേർ ബോംബർമാരെ അയക്കുമെന്നാണ് മാർച്ച് 8 പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഫാറൂഖി പറയുന്നത്. ആദ്യം മരിക്കുക പിന്നെ കൊല്ലുക എന്നത് ഖുറാനിലെ ഒരു ആയത്താണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചാവേറാക്രമണത്തെ കുറിച്ച് പറയുന്നതെന്നും ഫാറൂഖി ചൂണ്ടിക്കാട്ടി. 11 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം കണ്ടത്. ഭീകരാക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യ വിരുദ്ധമായ നിരവധി വീഡിയോകൾ വൻതോതിൽ പ്രചരിപ്പിക്കുന്നയാളാണ് ഫാറൂഖി. എന്നാൽ ഇതിനൊന്നുമെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടുമില്ല. അതേസമയം ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ ബംഗ്ലാദേശിലും സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തുർക്കി. സർക്കാർ പിന്തുണയുള്ള സന്നദ്ധ സംഘടനകൾ വഴി ബംഗ്ലാദേശിൽ തുർക്കി സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. തുർക്കിയിൽ നിന്നുള്ള സന്നദ്ധ സംഘടന പിന്തുണയ്ക്കുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് സാൽത്താനിസ്റ്റ് ഈ ബംഗ്ലാ ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയ ഭൂപടം പുറത്തിറക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് ചേർക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം യൂനുസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബംഗ്ലാദേശ് സൈന്യത്തിനുള്ള ആയുധ വിതരണമടക്കം തുർക്കി കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. തുർക്കിയിലെ ഭരണകക്ഷിയായ AK പാർട്ടിയുമായി അടുപ്പമുള്ള NGകളും ബംഗ്ലാദേശിൽ സജീവമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ അടുക്കുന്നതിന്റെ പാകിസ്ഥാന്റെ ഇടപെടലുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയുന്നതിൽ ബംഗ്ലാദേശ് പരാജയപ്പെടുന്നതിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മോശമാകുന്നതിനിടെയാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്.